എയ്ത്തിസത്തിന് എഗൻസ്റ്റുള്ള സ്ട്രോങ്ങസ്റ്റ് ആർഗ്യുമെൻറ്റ്. ഞാൻ എയ്ത്തിസം സംസാരിക്കുമ്പോൾ ആൾക്കാർ എന്നോട് പറയുന്നത് ഇതാണ്: ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടാവണമെങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഹയർ പർപ്പസ് വേണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണമെന്ന്. മരണത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാകുന്നത് മരിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുമെന്ന് ഓർക്കുന്നത് കൊണ്ടാണെന്ന്. കാൾ സേഗൻ ഒരു ഫേമസ് ആസ്ട്രോണമർ, സയൻസ് പോപ്പുലറൈസറും എയ്ത്തിസ്റ്റും ആയിരുന്നു. അദ്ദേഹം മരിച്ചതിന് 7 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വൈഫ് ആൻ ഡ്രോയൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരി ബ്യൂട്ടിഫുള്ളായ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. "When my husband died, because he was so famous and known for not being a believer, many people would come up to me and ask me if Carl changed at the end and converted to a belief in an afterlife. They also frequently ask me if I think I'll ever see him again. Carl faced his death with unflagging courage and never sought refuge in illusions. The tragedy was that we knew we would never see each other again. I don't ever expect to be reunited with Carl. But the great thing is that when we were together for nearly 20 years, we lived with a vivid appreciation of how brief and precious life is. We never trivialized the meaning of death by pretending it was anything other than a final parting. Every single moment that we were alive and we were together was miraculous in the sense of inexplicable or supernatural. The way he treated me and the way I treated him, the way we took care of each other and our families, that is so much more important than the idea that I will ever see him someday. I don't think I'll ever see Carl again, but I saw him. We saw each other. We found each other in the cosmos and that was wonderful." അതായത് മരണം ഒരു അവസാനമാണെന്ന് വിശ്വസിച്ചത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടായിരുന്നതാണ്. ജീവിതത്തിന് അർത്ഥം ഉണ്ടാവാൻ ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല. മരണത്തിന് അർത്ഥം ഉണ്ടാവാൻ ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല. ജീവിതത്തിൽ കംഫർട്ട് നേടാൻ ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല. ഇനി അതല്ല, ജീവിതത്തിന് അർത്ഥവും കംഫർട്ടും ഉണ്ടാവാൻ ഒരു ഇല്ലാത്ത ദൈവത്തിൽ വിശ്വസിച്ചേ പറ്റുമെന്നാണെങ്കിൽ എനിക്കിത്രേ പറയാനുള്ളൂ. ആൻഡ് അൺകംഫർട്ടബിൾ ട്രൂത്ത് ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ എ കംഫർട്ടിംഗ് ലൈഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.